ഇവിടെ വനിതാ സംവരണം കൊണ്ടുവരണം. വുമൺ റിസർവേഷൻ ബില്ലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത്, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ മുന്നൊരുക്കങ്ങൾ എടുത്തത്, രാഷ്ട്രീയം സംസാരിച്ചത്, ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ ഭരണപക്ഷത്തുള്ളപ്പോഴും അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്ത് വന്നപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെ, ബൃന്ദാ കാരാട്ട് ഉൾപ്പെടെയുള്ളവര് എത്രയോ ആത്മാർത്ഥമായിട്ടാണ് വുമൺ റിസർവേഷൻ ബില്ലിന് വേണ്ടി പോരാടിയത് എന്ന് നമുക്കറിയാം. അതുപോലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലായാലും 50% വനിതകൾ സംവരണം കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത് ആരാന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയോ ഇന്ത്യ മുന്നണിയുടെയോ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെയോ വനിതാ സംവരണ ബില്ലിനോടുള്ള ആത്മാർത്ഥതയെ ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമല്ല. അതിലൊന്നും ആർക്കും തർക്കമില്ല. അത് ഒറ്റക്കെട്ടായി കൊണ്ടുവരണമെന്നും സമൂഹത്തിൽ ഇപ്പോഴും വലിയ പോപ്പുലേഷൻ ഉള്ള, വലിയ റേഷ്യോ ഉള്ള വനിതകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ റിസർവേഷന്റെ ഒരു കൈത്താങ് നമ്മളുടെ രാജ്യത്തെ സാഹചര്യത്തിൽ ആവശ്യമാണെന്നും ആർക്കും ഇവിടെ തർക്കമില്ല. പക്ഷേ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സംഘപരിവാർ ശക്തികൾ കൊണ്ടുവരാൻ നോക്കുന്ന ഡീലിമിറ്റേഷൻ പോലെയുള്ള ദക്ഷിണേന്ത്യ മേഖലയെ അവോയ്ഡ് ചെയ്യുന്ന, ദക്ഷിണേന്ത്യ മേഖലയുടെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയെയാണ് നമ്മൾ ഇവിടെ രാഷ്ട്രീയപരമായി തന്നെ എതിർക്കുന്നത്.